നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി 19-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ 13-ാം തീയതി ആവുന്നു. വേണമെങ്കിൽ സർക്കാരിന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു 10-200 പേരെങ്കിലും ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. 500 വേക്കൻസി അവിടെ കിടപ്പുണ്ട്. പ്രതീക്ഷയുണ്ടോ ഹനീന? തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ ചർച്ചകളൊക്കെ കേട്ട് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു പക്ഷത്ത് സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തിരിക്കണവർ അവരവരുടെ ജോലിക്ക് കൂലിക്ക് വേണ്ടി പോരാടുന്നു. ഞങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നിട്ട് ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി പോരാടുന്നു. സത്യം പറഞ്ഞാൽ ഒരു നാണയത്തുട്ടിലെ 2 വശങ്ങളായിട്ട് വേണമെങ്കിൽ കാണാതിന്. കാരണം ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ എന്താ പറയുക, പ്രതീക്ഷയുടെ കിരണം പോയിട്ടുണ്ടോ എന്ന് സാറ് ചോദിച്ചാൽ പോയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ലിസ്റ്റ് തീരണേൻ്റെ തൊട്ട് തലേ ദിവസം വരെ ഒഴിവുകൾ കൊടുത്ത സർക്കാരാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതീക്ഷ കൈവിടാണ്ട് ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു, ഞങ്ങൾ ഒരു ലേബലിലും അല്ല സമരം എന്നൊരു വാക്ക് പോലും ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങളുടെ അവസ്ഥ കാണിക്കുന്ന ഒരവസ്ഥ, അതാണ് ശരിക്കും ഞങ്ങളിപ്പോൾ സെക്രട്ടറിയേറ്റിന് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ചെയ്യേണ്ട പല കഠിനമായ പരിശീലനങ്ങളുമാണ് ഞങ്ങൾ ആ ഒരു എക്സാമ്പിൾ മുഖേന ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഞങ്ങളെല്ലാത്തിനും തയ്യാറാണ്. ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗമാക്കൂ എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും സങ്കടത്തോടുകൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പല വാതിലുകൾ അടയുമ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഈ കർപ്പൂരം കത്തിക്കുന്നതായാലും കിടന്നുരുളുന്നതായാലും അല്ലെങ്കിൽ ക്രൗളിങ് എന്നുള്ള സാഹസികമായ പ്രവൃത്തി ചെയ്തിട്ടൊക്കെ നമ്മൾ സർക്കാരിൻ്റെ കണ്ണു തുറക്കാൻ വേണ്ടി തന്നെയാണ് സാർ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. കാരണം എല്ലാ കൊല്ലവും 1000-ലധികം വേക്കൻസികളുള്ളൊരു ലിസ്റ്റാണ് ഞങ്ങളുടെ. പക്ഷെ ഞങ്ങളുടെ മാത്രം 8-ാം മാസം ഒരു ലിസ്റ്റ് വെച്ച് നിർത്തി. കാരണം ബഹുമാനപ്പെട്ട ശ്രീ മുഖ്യമന്ത്രി വിജയൻ സാറ് നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു, സ്ത്രീ വനിതാ പ്രാതിനിധ്യം കൂട്ടും, 15% ഉയർത്തും. ആ ഒരു ഒറ്റ വാക്കുമ്പോഴാണ് ഞങ്ങൾ ഈ 11 മാസം പിടിച്ചു നിന്നത്. കാരണം ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് എടുക്കുമായിരിക്കും, മാർച്ച് ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ എടുക്കുമായിരിക്കും. പക്ഷെ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് വെറും 19 വേക്കൻസിയാണ് ഞങ്ങളെ കാത്തിരുന്നത്. അതോടുകൂടി ഞങ്ങളെല്ലാവരും തളർന്നു പോവേണ്ടായിരുന്നത്. കാരണം വേറൊരു എന്താ പറയുക, വേറൊരു പ്രതീക്ഷ പോലും ഞങ്ങളുടെ മുന്നിലില്ലാണ്ടായപ്പോൾ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ തന്നെ തീരുമാനമെടുത്തു, ഇനി എന്ത് ചെയ്തിട്ടായാലും അച്ഛൻ്റെ അമ്മേൻ്റെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, നാട്ടുകാരുടെ മുന്നിൽ ചോദിച്ചിന്നായ അവസ്ഥ, എന്ത് നേടി പഠിക്കാൻ പോയിട്ട്, എന്ത് നേടി തലകുത്തി മറിഞ്ഞ് ഫിസിക്കലും ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇത്രയും പഠിച്ച് വേറെ എന്തെങ്കിലും പഠിക്കാറുന്നില്ലേ, നിങ്ങൾ എന്തിനാ പോലീസ് തന്നെ സെലക്ട് ചെയ്ത്? ഞങ്ങൾ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ജോലി ആത്മാർത്ഥമായി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ ജോലി ഞങ്ങൾ സെലക്ട് ചെയ്തത്. പക്ഷേ എല്ലാവരും ചോദ്യത്തിന് മുന്നിലും നിസ്സഹായാവസ്ഥയോട് നിൽക്കുമ്പോൾ സർക്കാരിനോട് തിരിച്ചൊരു എന്താ പറയുക, ഞങ്ങളുടെ അപലപനീയത പ്രകടിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സെക്രട്ടറിന് മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ലിസ്റ്റ് തീരണേ മുന്നിൽ സർക്കാർ കണ്ണു തുറക്കുന്നുള്ളൊരു സമരത്തിന് വിജയം ആശംസിക്കുന്നു. നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം അനാവശ്യ സമരമാണ് എന്നത് സർക്കാരിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ, മറ്റാരും അത് പറയുകയുമില്ല. ബാക്കി അതിലെന്ത് സാങ്കേതിക ന്യായം പറഞ്ഞാലും